ഹലോ, ബിസിനസ് റെഗുലേഷൻ്റെ പുതിയൊരു വീഡിയോ ആണ്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കാണുക. എല്ലാം അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി പ്ലേ ലിസ്റ്റിൽ നോക്കിയാൽ അവിടെയും കിട്ടും. ചില ആളുകൾക്കെങ്കിലും പഴയ വീഡിയോസ് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ 4ാമത്തെ ചാപ്റ്റർ തന്നെയാണ് ഇപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. കൺസിഡറേഷനാണ്. കൺസിഡറേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൺസിഡറേഷനിലെ മെയിൻ പോയിൻ്റൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കോൺട്രാക്റ്റ് അതുപോലെ കൺസിഡറേഷൻ ഇതിനൊക്കെ നമുക്ക് കുറച്ച് എക്സെപ്ഷൻ റൂൾസുകളുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിലവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺട്രാക്റ്റിനുള്ള എക്സെപ്ഷൻ റൂൾസാണ്. അതായത് എന്താണ് യഥാർത്ഥ റൂള് അതാദ്യം നോക്കാം. എക്സെപ്ഷൻ റൂള് പിന്നെയാണ് നമുക്ക് ചർച്ച ചെയ്യാം. യഥാർത്ഥ റൂള് എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്റ്റ് കനോട്ട് സ്യൂ. അതായത് കോൺട്രാക്റ്റിൽ ഇല്ലാത്ത ഒരു തേർഡ് പാർട്ടിക്ക് കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കേസ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നാൽ ചില എക്സെപ്ഷൻ റൂൾസ് ഉണ്ട്. ആ എക്സെപ്ഷൻ റൂൾസ് 6 എക്സെപ്ഷൻ റൂൾസാണ് നമ്മുടെ ടെക്സ്റ്റിൽ കാണുന്നത്. അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എക്സെപ്ഷൻ റൂൾ എന്താ? യഥാർത്ഥ റൂള് കോൺട്രാക്റ്റിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ എക്സെപ്ഷൻ റൂൾ അനുസരിച്ച് ഈ 6 കേസിൽ കോൺട്രാക്റ്റിലില്ലാത്ത തേർഡ് പാർട്ടിക്കും എന്ത് ചെയ്യുക, കേസ് കൊടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിലൊന്നാമത്തെ പോയിൻ്റാണ് ട്രസ്റ്റ്. അതായത് ട്രസ്റ്റിൽ സാധാരണഗതിയിൽ ട്രസ്റ്റ് എങ്ങനെ ഉണ്ടാവുക, ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ട്രസ്റ്റ് ചെയ്യും. അതായത് എൻ്റെ ഇന്ന പ്രോപ്പർട്ടി നിങ്ങൾ കുറച്ച് അന്തരോ ബധിരരോ ഒക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് സെർട്ടൻ ആളുകളെ പേരും കാര്യങ്ങളൊക്കെ പറയും. അത് എന്നിട്ട് എന്ത് ചെയ്യും, ട്രസ്റ്റിൻ്റെ മറ്റൊരാളെ ഏൽപ്പിക്കും. ഇപ്പോൾ എ എന്ന് പറയുന്ന ആളാണ് അയാളുടെ സെർട്ടൻ പ്രോപ്പർട്ടി, ചിലപ്പോൾ അയാളുടെ ഭൂമിയോ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ബിൽഡിങ്ങൊക്കെ ബി എന്നൊരു വ്യക്തിനെ ഏൽപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എക്സ് എന്ന മറ്റൊരു വ്യക്തിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഇത് നീ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ എയും ബിയും തമ്മിലാണ് കോൺട്രാക്റ്റ്, എക്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി എന്നും പറഞ്ഞു. പക്ഷേ പിന്നീട് എ ഈ ഇതൊക്കെ ബിക്ക് കൈമാറി ബി അതേ രീതിയിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ നേരത്തെ അയാളുടെ ബെനിഫിറ്റിന് വേണ്ടി എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അയാൾ യഥാർത്ഥത്തിൽ ഈ കോൺട്രാക്റ്റിലൊരു പാർട്ടിയല്ല. എന്നിരുന്നാലും അയാൾക്ക് എന്ത് ചെയ്യാം, ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. അതാണ് പറഞ്ഞത്, കോൺട്രാക്റ്റിൽ ഇല്ലാത്ത മൂന്നാമതൊരു പാർട്ടിയാണ്. എയും ബിയും തമ്മിലുള്ള കോൺട്രാക്റ്റാണ്. അതിൽ മൂന്നാമതായിട്ടുള്ള പാർട്ടി ആരാണ്? എക്സ് ആണ്. അപ്പോൾ ഇതേപോലെ ട്രസ്റ്റിൻ്റെ കുറേ കേസുകൾ ഉണ്ടാവും. ചിലപ്പം ഒരു നാടിനെ ഒക്കെ വേണ്ടിയിട്ട്, ഒരു നാട്ടിലെ ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട്, പാവപ്പെട്ട കുറേ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യും. പണ്ട് കാലങ്ങളിലൊക്കെ നല്ലതും ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ നെൽപ്പാടങ്ങളും ഒക്കെ ചെയ്യും പാവപ്പെട്ട കുറേ ആളുകൾക്ക് വേണ്ടിയിട്ട്. ചിലപ്പോൾ ചില സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്ന വിദ്യാഭ്യാസം നേടുന്ന അവിടുത്തെ വിദ്യാർത്ഥികൾക്കൊക്കെ വേണ്ടിയിട്ട്, അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആളുകൾ എന്ത് ചെയ്യും, അവരുടെ ഭൂമിയും കാര്യങ്ങളും അവരുടെ നെൽപ്പാടങ്ങളൊക്കെ ഇതേപോലെ ട്രസ്റ്റ് ആക്കും. അങ്ങനെ ആ ട്രസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുണ്ട്, ആരാണോ അത് ചെയ്തു കൊടുക്കേണ്ട ആൾ, അയാളത് കറക്റ്റായി ചെയ്യുന്നില്ലെങ്കിൽ ആരുടെ ബെനിഫിറ്റിനാണോ ഇത് ചെയ്ത് അവർക്ക് എന്ത് ചെയ്യാം, കേസ് കൊടുക്കാം എന്നുള്ളതാണ്. അവർ യഥാർത്ഥത്തിൽ ഈ കോൺട്രാക്റ്റിൽ എന്തല്ല, പാർട്ടിയല്ല, എന്നിരുന്നാലും കൊടുക്കാം എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിൻ്റ്, വേർ പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഇൻ എ മാരേജ് സെറ്റിൽമെൻറ്റ്. മാരേജ് സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വല്ല പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ പോയിൻ്റ്. അതെന്താണെന്ന് നമുക്ക് ഒരു കേസിലൂടെ ഡിസ്കസ് ചെയ്യാം. കേസ് ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖാജ മുഹമ്മദ് ഖാൻ വേഴ്സസ് ഹുസൈനി ബീഗം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേസാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രൈഡ് ഗ്രൂമിൻ്റെ ഫാദറും ബ്രൈഡിൻ്റെ ഫാദറും, അതായത് വരൻ്റെ ഫാദറും വധുവിൻ്റെ ഫാദറും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു അഗ്രിമെൻറ്റ്. എന്താ അഗ്രിമെൻറ്റ്?
സ്വാഭാവികമായിട്ടും മുസ്ലിം വിവാഹ ചടങ്ങുകൾ അനുസരിച്ച് സ്ത്രീകൾക്ക് ഭർത്താവ് എന്ത് ചെയ്യണം? നിശ്ചിത മഹർ എന്ന് പറയും, അങ്ങനെ കൊടുക്കണം. അതെന്തെങ്കിലും മൂല്യമുള്ള ഒരു സാധനമാവണം. സാധാരണഗതിയിൽ സ്വർണ്ണമാണ് കൊടുക്കാറുള്ളത്. സ്വർണം തന്നെ ആവണം എന്നില്ല, ക്യാഷ് ആവാം. എന്തെങ്കിലും വെർത്തായിട്ടുള്ള മൂല്യമുള്ള എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണം. അത് വധു അംഗീകരിച്ച് അതിനനുസരിച്ചാണ് ചെയ്യാറുള്ളത്. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ നോർമലി അറിയാം, നമ്മുടെ അഭിപ്രായങ്ങൾക്കൊന്നും സ്വാഭാവികമായിട്ടും ആണിൻ്റെതായാലും പെണ്ണിൻ്റെത് പ്രത്യേകിച്ച് ആണിൻ്റെതും കൂടുതലൊന്നും എന്ത് ചെയ്യാറില്ല, അഭിപ്രായങ്ങളൊന്നും പ്രത്യേകിച്ച് മഹർ ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഉണ്ടാവാറില്ല. നാട്ടിലെ കുറേ കാരണന്മാരിരുന്നിട്ട് രണ്ടാളുടെയും വാപ്പയും അല്ലെങ്കിൽ രണ്ടാളുടെയും ഫാദേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുക, ഇതിലൊരു തീരുമാനം എടുക്കുക. അങ്ങനെ എന്ത് ചെയ്തു, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഫാദർമാർ തീരുമാനമെടുത്തു നിശ്ചിത എമൗണ്ട് ഓഫ് മഹർ എന്ത് ചെയ്യണം, കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതിനെ പറ്റിയൊന്നും ചിന്തയില്ല. ആർക്ക്? മഹർ കൊടുക്കുന്നതിനെ പറ്റി ചിന്തയില്ല. അങ്ങനെ പ്രശ്നമായി. ഭാര്യ എന്ത് ചെയ്തു, ഭർത്താവിൻ്റെ അച്ഛനെതിരെ, അതായത് ഫാദർ ഇൻ ലോക്കെതിരെ ഒരു കേസ് കൊടുത്തു. അതായത് സംഭവമൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് കിട്ടാനുള്ള മഹർ കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് എന്ത് ചെയ്തു, കേസ് കൊടുത്തു. ഇവിടെ കേസ് വിജയിച്ചു. ആര് വിജയിച്ചു? ഭാര്യ വിജയിച്ചു. പെരേ കയറാൻ പറ്റുമോ എന്നുള്ളത് വേറെ കാര്യം കേട്ടോ. എന്തായാലും കേസ് വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കിവിടെ പറയാനുള്ളത്, അവർ എന്താവട്ടെ എന്നുള്ളത് നമ്മൾ വിട്ടു. നമുക്കിവിടെ പറയാനുള്ളത്, ഇവിടെ എന്താണ്, ബ്രൈഡ് ഗ്രൂമിൻ്റെയും ബ്രൈഡിൻ്റെയും ഫാദേഴ്സ് ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്, കോൺട്രാക്റ്റിലുണ്ടായിരുന്നത്. എന്നിരുന്നാലും മാരേജ് സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വല്ല പ്രൊവിഷൻസും ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്റ്റിനും ക്യാൻ ബി സ്യൂഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്കും എന്ത് ചെയ്യുക, സ്യൂ ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെ റൂള്. അതായത് ഇവിടെ ഇപ്പം ഭാര്യ ഒരിക്കലും കോൺട്രാക്റ്റിൽ ഒരു അംഗമല്ല, ഭർത്താവും അംഗമല്ല, അവരുടെ അച്ഛന്മാരാണ്. പക്ഷേ ഭാര്യയ്ക്ക് എന്ത് ചെയ്തു, കേസ് കൊടുക്കാൻ പറ്റി. ആ കേസ് കോടതിയിൽ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളെ നിയമം എന്താണ്, നമ്മൾ പറഞ്ഞ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്റ്റ് ചില സന്ദർഭങ്ങളിൽ അവർക്കും കേസ് കൊടുക്കാം. അങ്ങനെ കേസ് കൊടുത്ത ആരാണ്, അതിനുള്ള ഒരു സന്ദർഭമാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി മൂന്നാമത്തെ പോയിന്റ്, വേർ പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഇൻ എ പാർട്ടീഷൻ ഓഫ് ഫാമിലി അറേഞ്ച്മെൻറ്റ് ഫോർ മെയിൻ്റനൻസ് ഓർ മാരേജ് എക്സ്പെൻസ് ഓഫ് എ ഫീമെയിൽ മെമ്പർ. അതായത് ഫാമിലിൻ്റെ പാർട്ടീഷൻ അല്ലെങ്കിൽ ഫാമിലി അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഫീമെയിൽ മെമ്പേഴ്സിന് അവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വല്ല അഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ആ അഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ്, അവിടെ കോൺട്രാക്റ്റ് ഇല്ല എങ്കിലും തേർഡ് പാർട്ടിക്ക്, അതായത് ഫീമെയിൽ മെമ്പർ ചിലപ്പോൾ കോൺട്രാക്റ്റിൽ ഉണ്ടാവില്ല, അങ്ങനെ വരുന്ന സമയങ്ങളിലും എന്ത് ചെയ്യാം, തേർഡ് പാർട്ടി ആയിട്ടുള്ള ഫീമെയിൽ മെമ്പറിന് ഈ കേസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ കോൺട്രാക്റ്റിൽ. ഇവിടെ നമുക്കൊരു കേസുണ്ട്, ശുപ്പമാൾ വേഴ്സസ് സുബ്രഹ്മണ്യൻ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഉണ്ടല്ലോ, HUF, ഇവരുടെ പാർട്ടീഷൻ കഴിഞ്ഞതിന് ശേഷം ജ്യേഷ്ഠനും അനിയനും തമ്മിൽ ഈക്വൽ ഷെയർ എടുത്തു. അതിനുശേഷം ജ്യേഷ്ഠനും അനിയനും തമ്മിൽ, അതായത് രണ്ട് ബ്രദേഴ്സും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് വെച്ചു. അമ്മയുടെ കാര്യങ്ങളൊക്കെ ഇവർ ഈക്വലി എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യും. ഈക്വലി അമ്മയുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണും എന്നുള്ളതായിരുന്നു. പക്ഷേ അതിലൊരു ബ്രദർ എന്ത് ചെയ്തു, അതിന് നിന്നില്ല, അവർ അങ്ങനെ ചെയ്തു കൊടുക്കുന്നില്ല. അങ്ങനെ അമ്മ എന്ത് ചെയ്തു, അപ്പം തൻ്റെ രണ്ട് മക്കളിൽ ഒരാൾക്കെതിരെ കേസ് കൊടുത്തു. അപ്പോൾ ഇവിടെ രണ്ട് ബ്രദേഴ്സ് തമ്മിൽ ആ കോൺട്രാക്റ്റ്, അമ്മൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും, അതിന് വേണ്ട എമൗണ്ടും കാര്യങ്ങളും കണ്ടെത്തും എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മൻ്റെ കാര്യങ്ങൾ ഒരാൾ ചെയ്യുന്നില്ല. അപ്പോൾ അമ്മ യഥാർത്ഥത്തിൽ ഇവിടെ കോൺട്രാക്റ്റിലില്ല. എന്നിട്ട് പോലും എന്ത് ചെയ്തു, കോൺട്രാക്റ്റ് എന്തായി, കോൺട്രാക്റ്റ് അമ്മ കോൺട്രാക്റ്റിലില്ലാഞ്ഞിട്ടും അമ്മക്ക് എന്ത് ചെയ്തു, കേസ് കൊടുക്കാൻ കഴിഞ്ഞു. സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്റ്റ് കനോട്ട് ബി സ്യൂ എന്നാണ് എന്തിൽ പറഞ്ഞിട്ടുള്ളത്,
നമ്മുടെ നിയമം. പക്ഷേ അതിന് എക്സെപ്ഷൻ റൂൾസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഈ കേസിൽ കോടതിയിൽ പോയി അമ്മ കേസ് കൊടുത്തപ്പോൾ അമ്മ വിജയിച്ചു. അപ്പം തേർഡ് പാർട്ടിക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ? അതെ, ആ എക്സെപ്ഷൻ റൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ചില സന്ദർഭങ്ങളിലോ ഒക്കെ ഉണ്ടാവും, പിന്നെ ഫാമിലി ഡിസ്പ്യൂട്ടിൻ്റെ ഭാഗമായിട്ടൊക്കെ വരും. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കേസിൽ നമുക്ക് ഇങ്ങനെ സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നത്. ഇതേപോലെ മൊഹറി ബീബി വേഴ്സസ് ഒരു കേസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കേസുകളുണ്ട്. ഞാൻ എല്ലാ കേസും ഇവിടെ വിളിച്ചു പറയുന്നില്ല, എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള കേസുകൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് കേസ് എന്ന് പറഞ്ഞാൽ ആരാൻ്റെ പ്രശ്നങ്ങൾ അറിയാമെന്നുള്ള പ്രത്യേകിച്ച് ഒരു ത്വരയായിരിക്കും, എന്തൊക്കെയുണ്ട് സംഭവങ്ങൾ, പ്രത്യേകിച്ച് ഫാമിലി വിഷയങ്ങളാണെങ്കിൽ. അതുകൊണ്ട് തൽക്കാലം ഞാൻ കൂടുതൽ കേസുകളിലേക്കൊന്നും പോകുന്നില്ല. ഇനി നാലാമത്തെ പോയിന്റിലേക്ക്. നാലാമത്തെ പോയിന്റ് അക്നോളജ്മെൻറ്റ് ഓർ എസ്റ്റോപ്പൽ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ഒരു പ്രോമിസർ അയാളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അയാൾ അക്നോളജ് ചെയ്യാണ്, ഓക്കെ ഞാൻ അതിന് റെഡിയാണ്, ഞാൻ അയാളുടെ വാക്കാലുള്ള അക്നോളജ്മെൻറ്റ് കാരണത്താലോ അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കാരണത്താലോ അയാൾ സ്വന്തം മറ്റൊരു വ്യക്തിയുടെ ഏജൻ്റാണ് എന്ന് എന്ത് ചെയ്യാണ്, പറയാണ്. ചിലപ്പം അയാളുടെ എന്തെങ്കിലും പ്രവർത്തനം കാരണത്താലായിരിക്കും, അല്ലെങ്കിൽ അയാൾ ഓക്കെ ഞാൻ അയാളുടെ ഏജൻ്റ് ആണ് എന്ന് അക്നോളജ് ചെയ്യാണ്, ഓക്കെ ഞാനാണ് അയാളുടെ ഏജൻ്റ് ആണെന്ന് പറയാണ്. അയാൾ സ്വന്തം ഏജൻറ്റ് ചമയാണ്. അതേപോലെ അയാൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കാരണത്താലോ അല്ലെങ്കിൽ അയാൾ സ്വന്തം പറയാണ് ഞാൻ ഏജൻ്റാണെന്ന് പറയുക. അങ്ങനെ ഏജൻ്റാണ് എന്ന് പറഞ്ഞിട്ട്, യഥാർത്ഥ ഏജൻ്റ് അല്ല, ഏജൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് വല്ല പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ഏജൻറ്റിൻ്റെ പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട് വല്ല പ്രവർത്തനവും ചെയ്യുന്നുണ്ടെങ്കിൽ, അതോടുകൂടി ഏജൻറ്റും പ്രിൻസിപ്പളും തമ്മിൽ എന്ത് ചെയ്തു, അതായത് ആ പ്രിൻസിപ്പൾക്ക് ഏജൻറ്റിനെതിരെ കേസ് കൊടുക്കാമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഏജൻറ്റും പ്രിൻസിപ്പാളും അല്ല, പക്ഷേ ഏജൻറ്റ് പറയാണ് എന്താണ്, ഞാൻ ഇയാളുടെ ഏജൻ്റാണ്, ഇനിയും വ്യക്തിയുടെ ഏജൻ്റാണെന്ന് പറഞ്ഞിട്ട് വല്ല പ്രവർത്തനവും നടത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് വന്നു കഴിഞ്ഞാലും എന്താണ്, കോൺട്രാക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഇതൊക്കെ ചില സന്ദർഭങ്ങളിൽ നമുക്കുണ്ടാവും. അതായത് നമ്മളിപ്പം നമ്മളൊരു ഫ്രണ്ട് പറയുകയാണ്, എടാ ഇനി മറ്റേ ആൾ ആയിട്ടുള്ള കുറച്ച് എമൗണ്ടും കാര്യങ്ങളും ഉണ്ട്, ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുക എൻ്റെ അടുത്ത് തന്നാളാ, ഞാൻ എന്ത് ചെയ്തോളാം, കൊടുത്തോളാം എന്ന് പറയും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, രണ്ടാളുകൾ തമ്മിൽ എമൗണ്ടും കാര്യങ്ങളും ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞു. ഇവിടെ ഈ ഒരു എമൗണ്ട് ഞാൻ വാങ്ങി ഓന് കൊടുത്തോളാം എന്ന് പറയുന്നതോടുകൂടെ ഞാൻ എന്താണ്, ഓട്ടോമാറ്റിക്കലി മറ്റൊരു വ്യക്തിയുടെ ഏജൻ്റായി മാറുകയാണ്. അതായത് ഞാൻ ആർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അയാൾ അവിടെ പ്രിൻസിപ്പളായി മാറുകയാണ്. അത് ഇയാളുടെ ഒരു ഞാൻ കൊടുത്തോളാം എന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്, ഈ ഒരു വാക്കിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ ഇനി മറ്റേ വ്യക്തിക്ക് ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത്, അയാൾക്ക് എൻ്റെ അടുത്ത് നിന്ന് ഈ എമൗണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കേസ് കൊടുക്കാൻ പറ്റുമോ? ഞാൻ കൊടുക്കാത്ത സന്ദർഭങ്ങളിൽ കേസ് കൊടുക്കാം. ഇവിടെ യഥാർത്ഥത്തിൽ ഇവർ രണ്ട് തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണെങ്കിലും ആരാ തന്നത് അയാൾ തന്നെ കേസ് കൊടുക്കണം എന്നില്ല. കിട്ടേണ്ട വ്യക്തി ആരാണോ അയാൾക്കും കേസ് കൊടുക്കുക. അതായത് തേർഡ് പാർട്ടി ആയിട്ടുള്ള ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിയത് അയാൾക്കും എന്ത് ചെയ്യുക, എനിക്കെതിരെ കേസ് കൊടുക്കാം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ കോൺട്രാക്റ്റിൽ ഞാനും മറ്റാൾ എനിക്ക് ക്യാഷ് തന്ന ആളും തമ്മിലേ ഉള്ളൂ. ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ ആ വ്യക്തി കോൺട്രാക്റ്റിലുണ്ടോ? ഇല്ല. പക്ഷേ അയാൾക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ? കേസ് കൊടുക്കാൻ പറ്റും. അതെന്താണ്, കോൺട്രാക്റ്റിൻ്റെ ഒരു എക്സെപ്ഷൻ റൂളാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇവിടെ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് ഇത് മറ്റാൾക്ക് വേണ്ടി വാങ്ങിയാലും അയാൾക്ക് എന്താ കേസ് കൊടുത്തുകൂടെ എന്ന് ചിന്ത ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ ഈ കോൺട്രാക്റ്റിലില്ല, അയാൾക്ക് വേണ്ടി വാങ്ങി. അപ്പോൾ കേസ് ആർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ, യഥാർത്ഥത്തിൽ ആർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ, ആരാണോ തന്നത് അയാളും വാങ്ങിയ ഞാനും തമ്മിലേ കോൺട്രാക്റ്റ് ഉള്ളൂ, ഞങ്ങൾ രണ്ടാളും തമ്മിലേ കേസ് കൂടാൻ പറ്റുള്ളൂ. ഞാൻ ആർക്ക് വേണ്ടി വാങ്ങിയോ അയാൾക്ക് ഈ കേസിൽ അയാൾ ഈ കോൺട്രാക്റ്റിലുണ്ടോ? ഇല്ല. എന്നിരുന്നാലും അയാൾക്ക് കിട്ടാനുള്ളതാണ് അയാൾക്ക് എന്ത് ചെയ്യുക, കേസ് കൊടുക്കുക. അതാണെന്ത് അക്നോളജ്മെൻറ്റ് എസ്റ്റോപ്പൽ എന്നൊക്കെ പറയുന്നത്. അക്നോളജ്മെൻറ്റ് ഇതോടുകൂടെ ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതോടുകൂടെ എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് ആ ബാധ്യതയെന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മാറി നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ പോയിന്റ്, കോൺട്രാക്ട്സ് എൻറ്റേർഡ് ഇൻ ടു ത്രൂ ആൻ ഏജൻറ്റ്. നേരത്തെ കേസ് നമ്മൾ ഏജൻറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന, ഏജൻറ്റ് യഥാർത്ഥ ഏജൻ്റ് അല്ല. പക്ഷേ ഇത് നമ്മളൊരു ഏജൻറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കോൺട്രാക്റ്റ് ചെയ്യാണ്. യഥാർത്ഥ ഏജൻ്റ് ഉണ്ട്, ആ ഏജൻറ്റിലൂടെ ഞാനൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഏജൻറ്റ് എന്തൊക്കെ പ്രവർത്തനം ചെയ്യുന്നുണ്ടോ
പ്രിൻസിപ്പൽ പറഞ്ഞ അധികാരത്തിനുള്ളിൽ നിന്ന് ഏജൻറ്റ് എന്ന കപ്പാസിറ്റിയോട് കൂടി എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ കോൺട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ അതിനൊക്കെ പ്രിൻസിപ്പാളാണ് എന്ത് ചെയ്യുക, ഉത്തരവാദിയാവുക. പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഏജൻറ്റ് ആക്കി ഏൽപ്പിച്ച വ്യക്തി ഉണ്ടല്ലോ, അയാളാണ് ഉത്തരവാദിയാവുക. ഓക്കെ, അപ്പോൾ ഈ നമ്മളിപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക, ഷോപ്പുകളിലൊക്കെ ഒരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അതിന് നമ്മൾ മാനേജർമാരൊക്കെ ഏൽപ്പിക്കൂലേ. അതായത് മാനേജർ യഥാർത്ഥത്തിൽ എന്താണ്, ഈ ഡ്യൂട്ടി ഓണറിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഏജൻറ്റാണ്. അപ്പോൾ മാനേജർ ഒരു കോൺട്രാക്റ്റ് ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാനേജറിൻ്റെ സ്കോപ്പിൻ്റെ ഉള്ളിൽ നിന്നിട്ടുള്ള ബൗണ്ടറിക്ക് ഉള്ളിൽ നിന്നിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാനേജറല്ല എന്ത് ചെയ്യേണ്ടത്, ആ ഡ്യൂട്ടി ചെയ്യേണ്ടത്. അതാരാ ചെയ്യേണ്ടത്, അത് ചെയ്യേണ്ടത് പ്രിൻസിപ്പാളാണ്. അപ്പോൾ ഇനി പ്രിൻസിപ്പളായിട്ടുള്ള ഓണറാണ്. ഇൻ കേസ് മാനേജറും ഒരു മറ്റൊരു വ്യക്തി, അതായത് ഗുഡ്സൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയും തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് മാനേജർക്ക് മാത്രമേ ഇയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുള്ളൂ? അല്ല, ആ ഓണർക്ക് കേസ് കൊടുക്കുക. കാരണം എന്താണ്, പ്രിൻസിപ്പൽ ഏജൻറ്റ് ബന്ധത്തിൽ വല്ല കോൺട്രാക്ട്സ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനിപ്പം ആ ഏജൻറ്റ് അങ്ങോട്ട് മാറി നിന്നിട്ട് ഡയറക്റ്റ് പ്രിൻസിപ്പളും ആ ഡെപ്റ്റേഴ്സും അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സും തമ്മിൽ തന്നെ എന്ത് ചെയ്യുക, കോൺട്രാക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ്. ഏജൻസി സർവീസിൽ ഇയാൾ ജസ്റ്റ് മറ്റേ ആളുടെ ഒരു കൈയായിട്ട് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ കോൺട്രാക്റ്റ് മാനേജറും മറ്റു വ്യക്തിയും തമ്മിലാണെങ്കിൽ പോലും, ആര് ഈ ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർ രണ്ടുപേരും ആണ് കോൺട്രാക്റ്റിലുള്ളതെങ്കിൽ പോലും യഥാർത്ഥ പ്രിൻസിപ്പൾ, അതായത് മാനേജറിനെ വർക്ക് ആരാണോ ഏൽപ്പിച്ച് അയാൾക്ക് തന്നെ എന്ത് ചെയ്യുക, ഈ ഗുഡ്സ് സപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിക്കെതിരെ കേസ് കൊടുക്കാം, ഇയാൾ കോൺട്രാക്റ്റിൽ ഇല്ലെങ്കിൽ പോലും. അതാണ് നമ്മൾ പഠിക്കുന്ന എക്സെപ്ഷൻ റൂളിലെ 5ാമത്തത്. ഏജൻറ്റ് പ്രിൻസിപ്പൽ കപ്പാസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏജൻറ്റ് ചെയ്ത അഗ്രിമെൻറ്റിന് ഏജൻറ്റും മറ്റൊരു വ്യക്തിയായിരിക്കും കോൺട്രാക്റ്റിൽ ഉണ്ടാവുക. എന്നിരുന്നാലും പ്രിൻസിപ്പളായിട്ടുള്ള, അതായത് ഏജൻറ്റിനെ ഏൽപ്പിച്ച ആ വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിക്ക് എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ കോൺട്രാക്റ്റ് ഉണ്ടാവും. അവർക്ക് പ്രശ്നങ്ങൾ വന്നാൽ കേസ് കൊടുക്കാം എന്നുള്ളതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാമത്തെ പോയിന്റ്. ആൻ അസൈനി ക്യാൻ ആൾസോ സ്യൂ ഓൺ ദ ബേസിസ് ഓഫ് അസൈൻമെൻറ്റ്. ഒരു അസൈനിക്ക് എന്ത് ചെയ്യുക, എന്തെങ്കിലും വർക്കൊക്കെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യുക, അസൈനിക്ക് എന്ത് ചെയ്യുക, കോൺട്രാക്റ്റിൽ ഏർപ്പെടാം എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിൽ ഞാൻ എൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസിൽ പറയാം, കേസൊന്നുമല്ല, ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പറയാം. പലപ്പോഴും നമ്മുടെ ഓഡിറ്റ് വർക്കുകളൊക്കെ നമ്മൾ മറ്റ് CA ഫേമുകളൊക്കെ ഏറ്റെടുത്ത, കേരളത്തിനൊക്കെ പുറത്തുള്ള CA ഫേമുകളൊക്കെ ഏറ്റെടുത്ത വർക്കുകൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ പഴയ സാറുമാരുടെയൊക്കെ വർക്കുകൾ, അവരുടെ വർക്ക് കേരളത്തിൽ വരുമ്പോൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കേസാണ് ബാങ്കുകളുടെ ഒക്കെ സ്റ്റോക്ക് ഓഡിറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വർക്കിന് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ആക്സിസ് ബാങ്കും സാറും അല്ലെങ്കിൽ CA ഫേമും തമ്മിലാണ് എന്ത് കോൺട്രാക്റ്റ് ഉള്ളത്. എന്ത് കോൺട്രാക്റ്റ്? ഈ വർക്ക് ഇത്രയും ലൊക്കേഷനിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുന്ന വർക്ക്. ഈ ഒരു വർക്ക് സാറ് എനിക്ക് എന്ത് ചെയ്യാണ്, അസൈൻ ചെയ്ത് തരികയാണ്. എനിക്കിത് അസൈൻ ചെയ്ത് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ആരറിഞ്ഞോളണം എന്നില്ല, ആക്സിസ് ബാങ്ക് ഒരിക്കലും അറിഞ്ഞോളണം എന്നില്ല. എന്നിരുന്നാലും എൻ്റെ വർക്കിൻ്റെ ഫലമായിട്ട്, എനിക്ക് തന്ന അസൈൻമെൻറ്റിൻ്റെ വർക്കിൻ്റെ ഫലമായിട്ട് ഞാൻ ഈ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വർക്ക് എനിക്ക് എന്ത് ചെയ്യാം, ഇതിൽ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ആക്സിസ് ബാങ്കിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഞാനും സാറും തമ്മിൽ റിട്ടേൺ അഗ്രിമെൻറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുക, ആക്സിസ് ബാങ്കിനായിട്ട് ഡയറക്റ്റായിട്ട് തന്നെ പോയി കേസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള അസൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പറയുന്ന അസൈനി ആയിട്ടുള്ള എനിക്ക് എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് ഞാൻ യഥാർത്ഥത്തിൽ ആക്സിസ് ബാങ്കായിട്ട് ഒരു ബന്ധമില്ല, പക്ഷേ എനിക്ക് എന്ത് ചെയ്യുക, ഈ ഒരു വർക്ക് ഞാൻ പെർഫോം ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് എമൗണ്ട് കിട്ടുന്നില്ലെങ്കിൽ ഞാനായിട്ടുള്ള എനിക്ക് എന്ത് ചെയ്യുക, ഈ ആക്സിസ് ബാങ്കിനെതിരെ ഡയറക്റ്റായിട്ട് കേസിന് പോവാം. അതാണ് എക്സെപ്ഷൻ റൂൾ. യഥാർത്ഥത്തിൽ കോൺട്രാക്റ്റ് ആരെ തമ്മിലേ ഉള്ളൂ, CA ഫേമും ആക്സിസ് ബാങ്കും ഉള്ളൂ. പക്ഷേ നമ്മളിവിടെ ഈ ഒരു അസൈൻമെൻറ്റ് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ അസൈനിയാണ്, അതുകൊണ്ട് എൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും എൻ്റെ റെമ്യൂണറേഷൻ എന്താണോ അത് ആക്സിസ് ബാങ്കിൽ നിന്നും എനിക്ക് ഡയറക്റ്റായിട്ട് കേസ് കൊടുത്ത് തന്നെ വാങ്ങിക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? ഇവിടെ കോൺട്രാക്റ്റ് ആക്സിസ് ബാങ്കും ഞാനും തമ്മിലില്ല എങ്കിലും ഞാനൊരു അസൈനിയാണ്, കോൺട്രാക്റ്റ് ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടൊരു വ്യക്തിയാണ്. ആ നിലക്ക് എനിക്ക് തന്നെ ഡയറക്റ്റായിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ആക്സിസ് ബാങ്കിനെതിരെ കേസ് കൊടുക്കാം. അതാണ് നമ്മുടെ 6ാമത്തെ പോയിൻ്റ്. ഇതോടുകൂടെ, അതായത് ഈ 6ാമത്തെ പോയിൻ്റോടുകൂടെ നമ്മുടെ എക്സെപ്ഷൻ റൂൾ ടു സ്ട്രേഞ്ചർ ടു
എ കോൺട്രാക്റ്റ് കനോട്ട് സ്യൂ എന്ന ഈ ഒരു ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തായിരുന്നു ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. യഥാർത്ഥ റൂൾ എന്താ? മൂന്നാമതൊരു വ്യക്തിക്ക്, കോൺട്രാക്റ്റിൽ ഇല്ലാത്തൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? കേസ് കൊടുക്കാൻ പറ്റൂല. പക്ഷേ ഈ 6 കേസുകളുണ്ട്. ഈ 6 കേസിൽ കോൺട്രാക്റ്റിൽ ഇവരില്ല എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? കേസ് കൊടുക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തത് ട്രസ്റ്റ്, രണ്ടാമത്തെ മാരേജ് സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗം, മൂന്നാമത്തത് ഫാമിലി അല്ലെങ്കിൽ പാർട്ടീഷൻ്റെ ഒക്കെ അഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അറേഞ്ച്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫീമെയിൽ മെമ്പേഴ്സിനുള്ള എല്ലാ മാരേജ് എക്സ്പെൻസ് പോലത്തെ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പല രീതിയിൽ ഉള്ള അഗ്രിമെൻ്റ് ആവാം. ചിലപ്പോൾ എന്താണ്, ഭാര്യ ഇങ്ങനെ എന്ത് ചെയ്യുമല്ലോ, വിവാഹമോചന കേസുകളിലൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിൽ ചിലപ്പം ഭാര്യയും ഭർത്താവും തമ്മിലായിരിക്കില്ല അഗ്രിമെൻ്റ് ഉണ്ടാവുക. ഭർത്താവിൻ്റെ കൂട്ടുകാരും ഭാര്യയുടെ കൂട്ടുകാരും തമ്മിലുള്ള അഗ്രിമെൻ്റ് ആയിരിക്കും. ഇങ്ങനത്തെ അഗ്രിമെൻറ്റിലും എന്ത് ചെയ്യാം? നമുക്ക് കേസ് ഭാര്യയ്ക്ക്, അതായത് ഫീമെയിൽ മെമ്പറിന് എന്ത് ചെയ്യാം? കേസ് കൊടുക്കാൻ പറ്റും. അവരിതിൽ യഥാർത്ഥ കോൺട്രാക്റ്റിൽ ഇല്ലെങ്കിൽ പോലും. അക്നോളജ്മെൻറ്റ് ഓർ എസ്റ്റോപ്പൽ, അത് ഏജൻ്റായിട്ട് ചമയാണ്, എന്നിട്ട് അവർ ചെയ്യുന്ന കാര്യമാണ്. പിന്നുള്ള പോയിന്റ് യഥാർത്ഥത്തിൽ എന്താണ്? ഏജൻ്റ് ആവുകയാണ്. ഏജൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രിൻസിപ്പാൾ ഉത്തരവാദിയാവുകയാണ്. നാലാമത്തെ പോയിന്റിൽ ഏജൻ്റായി ചമയുന്ന വ്യക്തി ഓട്ടോമാറ്റിക്കലി പ്രിൻസിപ്പാളിന് എല്ലാ വർക്കും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിനാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. മറ്റത് ഏജൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രിൻസിപ്പാൾ ഉത്തരവാദിയാകുന്നതാണ് പറയുന്നത്. അല്ലാതെ ഏജൻറ്റ് ഒരാൾ ചമയുന്നതിൻ്റെ പേരിൽ ഇയാളറിയാതെ മറ്റൊരു ഒരാൾ, ഇപ്പം ഞാൻ അറിയാതെ എനിക്ക് വേണ്ടി ഒരാൾ ഏജൻറ്റ് ചമയുന്നതിൻ്റെ പേരിൽ എനിക്ക് എന്ത് ചെയ്യൂല? ഉത്തരവാദിത്വം വരില്ല. അത് ആ ഏജൻറ്റ് ഞാനും തമ്മിലൊരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു ഇത് വരികയെന്നേ ഉള്ളൂ. പക്ഷേ മറ്റത് അഞ്ചാമത്തെ പോയിൻ്റ് അടിസ്ഥാനത്തിൽ എന്താണ്? എൻ്റെ ഏജൻ്റാണെന്ന് എനിക്ക് തന്നെ അറിയാം. അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അയാൾക്ക് ഞാൻ കൊടുത്ത സ്കോപ്പിനുള്ളിൽ നിന്നാണ് അയാൾ പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനുള്ള കേസാണ് ആറാമത്തെ പറഞ്ഞത്. മറ്റത് അസൈൻമെൻറ്റിൻ്റെ കേസാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതായിരുന്നു നമ്മുടെ ഹെഡിങ്, ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇത് എഴുതിയെടുക്കുക. ശേഷം അടുത്ത ഓരോന്നും ഓരോ സ്ലൈഡ് ഇതിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. പോസ് ചെയ്ത് എഴുതിയെടുക്കുക. ഓക്കെ. രണ്ടാമത്തെ ഇത് സ്ലൈഡ്, അതായത് ഒന്നാമത്തെ പോയിൻ്റ് ട്രസ്റ്റ്, അതിനുള്ള എക്സാമ്പിൾ ഉണ്ട്. മൂന്നാമത്തത് മാരേജ് സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കേസ് ലോ ഞാൻ പറഞ്ഞിരുന്നു, അതടക്കം എല്ലാ പോയിൻറ്റുമാണിത്. നാലാമത്തത് പിന്നെ പാർട്ടീഷനുമായി ബന്ധപ്പെട്ടുള്ള പോയിൻ്റ് കേസ് ലോ ഉണ്ട്. നാലാമത്തത് അക്നോളജ്മെൻറ്റ് ഓർ എസ്റ്റോപ്പൽ, അതായത് ഏജൻറ്റ് ചമയുന്ന കേസ്. നാലാമത്തെ യഥാർത്ഥ ഏജൻറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രിൻസിപ്പൾ റെഡിയാവുന്നത്. അഞ്ചാമത്തത് അസൈനിൻ്റെ കേസ്, അസൈൻമെൻറ്റ് കൊടുത്ത കേസ്. ഇതൊക്കെയാണ് ഡിസ്കസ്. അപ്പോൾ തൽക്കാലം ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ. എല്ലാം എഴുതി അയക്കുക.